ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പയർ കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പയർ നട്ടൊരു വിശേഷം പറയാം. അപ്പം നമ്മൾ മണ്ണൊക്കെ ഒരുക്കിയിട്ട് വിത്തോളം താവണം എന്നാണല്ലോ പഴമൊഴി. നമ്മളത് അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് വിതറി കൊടുക്കുകയാണ് ചെയ്ത്. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും വിതറി കൊടുത്തു. പിന്നെ കുറച്ച് പുല്ലും എന്തൊക്കെ നമ്മളെ കരിയിലൊക്കെ ഇട്ട് ഒന്ന് നനച്ചു കൊടുത്തു. അപ്പോൾ അത് നമ്മൾ വിത്ത് മുളക്ക ഒരു 4 ദിവസം കൂടി വേണമല്ലോ. അപ്പോൾ അതിന് നമ്മുടെ ഈ പുല്ലും ഇതൊക്കെ എന്തായിട്ട് നമ്മളെ വിത്ത് ഇന്ന് മുളച്ച് വന്നിട്ടുണ്ടായി. പക്ഷെ വിത്ത് മുളച്ച് വന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൂണ് മുളച്ച പോലെയാണ് കേട്ടോ. പക്ഷേ ചെടിക്ക് വലിയ ഹെൽത്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ഉഷാറായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളെ ചെടി വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് നിങ്ങളിത് ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം വിത്തിൻ്റെ ഗുണം കൊണ്ടാണെന്നറിയില്ല. വിത്ത് ഗുണം 10 ഗുണം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ചെടി നല്ല ഹൈറ്റ് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു രീതിയായിട്ട് തോന്നി. എനിക്ക് സക്സസ് ആയതാണ് കേട്ടോ ഞാൻ പറയുന്നതായിരുന്നു. അപ്പം നമ്മൾ ഈ പയർ നടുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നട്ട് കൊടുക്കണം. കാരണം ഒന്നിങ്ങനെ വള്ളി വീശി പയർ നമുക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ അടുത്ത് നടുക. അപ്പം നമുക്ക് എപ്പോഴും പയർ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വിത്തിന് നമ്മൾ കടയിലൊന്നും പോകണ്ട. ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന വിത്ത് തന്നെ നമുക്ക് അടുത്ത കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പയറൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പയറൊക്കെ കിട്ടും. പിന്നെ നമ്മളിതിൽ കീടങ്ങളുണ്ടോ എന്നൊക്കെ രാവിലെയും വൈകുന്നേരത്തൊക്കെ വന്ന് നോക്കിയാലും വല്ലാതെ കീടബാധയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൽ. പിന്നെ ഈ പുളിയനുറുമ്പില്ല, അതിനെ ഈ പയറുമ്മ കൂടെ കയറ്റി കൊടുത്താലും നമ്മൾ ഈ ചാഴിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ഉറുമ്പ് പറ്റില്ല. പുളിയനെറുമ്പിനെ കയറ്റിയാലും നമ്മുടെ ഈ പയറിലെ ചായയൊക്കെ ഒരുവിധം നമുക്ക് പോയി കിട്ടും. പിന്നെ അതിൻ്റെ വള്ളി വീശി തുടങ്ങുമ്പോൾ അതിൻ്റെ വള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഒരു വള്ളി ഇങ്ങനെ പോകുന്നത് നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് പയറുകളും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ വിത്ത് കിട്ടിയാൽ ഇപ്പോൾ ഇതുമ്പോൾ തന്നെ കിട്ടിയ വിത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വിത്താണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് സ്ഥലത്തും നമുക്ക് പയറൊക്കെ നടാം. ഒരു വിത്ത് കിട്ടിയാൽ അത് മുളപ്പിക്കുക, അത് നട്ടു കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഒന്ന് അതിൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് വളമൊക്കെ കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് വളരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ പയറിന് കിട്ടിയിട്ടുണ്ടായിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ കിട്ടും. നല്ല വിഷം അടിക്കാത്ത നല്ല പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ടിപ്സ് ചെയ്യാറുണ്ട്